സംഘർഷം ആരംഭിച്ച് 24-ാം ദിനം പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ഊർജ്ജ പ്ലാന്റുകൾക്കെതിരായ ആക്രമണം 5 ദിവസം നിർത്തിവെക്കുമെന്നാണ് ട്രംപിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. അതേസമയം ട്രംപുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനുമായി കഴിഞ്ഞ 2 ദിവസം നടത്തിയ ചർച്ചകൾ ഫലപ്രദമെന്നും ഇതേ തുടർന്നാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതെന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾക്കെതിരായ ആക്രമണം 5 ദിവസം നിർത്തിവെക്കാനാണ് യുദ്ധമന്ത്രാലയത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ തീരത്തോ ദ്വീപുകളിലോ ആക്രമണം നടത്തിയാൽ പെർഷ്യൻ ഗൾഫിലെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും തകർക്കുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. സംഘർഷത്തിൽ ഇറാനിൽ ഇതുവരെ 2000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്രയേലിൽ 22 പേർ കൊല്ലപ്പെട്ടപ്പോൾ 14 അമേരിക്കൻ സൈനികർക്കും ജീവൻ നഷ്ടമായി. അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 10% കുറഞ്ഞത്. അതിനിടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.